ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ശിശിര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PRP അതുപോലെ GFC ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ്. എങ്ങനെ PRPയിൽ നിന്നും GFC വ്യത്യസ്തമാകുമെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നിലവിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ഉള്ളുകുറവ് പോലെയുള്ള പ്രശ്നങ്ങളെല്ലാം. സോ ഇതിനെല്ലാം ഒരു ഉത്തമ പരിഹാരമാണ് ഇപ്പോൾ നിലവിലുള്ള GFC പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ. സോ നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മളെ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന പ്ലേറ്റ്ലെറ്റിലാണ് നമ്മളെ മുടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാകുന്നത്. PRP പോലുള്ള ട്രീറ്റ്മെൻറ്റുകളിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ബ്ലഡിൽ നിന്നും പ്ലേറ്റ്ലെറ്റുകളെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അവയെ സ്കാൽപ്പിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ്. GFC എന്നാൽ അതിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്, അതായത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സിനെ പ്ലേറ്റ്ലെറ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അവയെ നമ്മൾ സ്കാൽപ്പിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. സോ നമുക്ക് പറയാൻ കഴിയും ഒരു PRPയുടെ ഒരു ബെറ്റർ ഫോം അല്ലെങ്കിൽ ഒരു ആക്ടിവേറ്റഡ് ഫോം ഓഫ് PRP ആണ് GFC എന്നുള്ളത്. തിയററ്റിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 PRP കൊണ്ട് കിട്ടുന്ന റിസൾട്ട് നമുക്ക് ഒരു GFC ചെയ്യുന്നതെന്ന് നമുക്ക് കിട്ടും. കൂടാതെ പെയിൻലെസ്സും ബെറ്റർ റിസൾട്ട് കിട്ടുന്നതുമാണ് GFC ട്രീറ്റ്മെൻറ്റ്. മുടിയുടെ പ്രശ്നങ്ങൾ, അതായത് ഉള്ളുകുറവ്, മുടി കൊഴിച്ചിൽ പോലെയുള്ളതിനെല്ലാം ഒരു ഉത്തമ പരിഹാരമാണ് GFC ട്രീറ്റ്മെൻറ്റ്. മുടിയുടെ വേരുകൾക്ക് ശക്തി കൂട്ടാനും മുടിയുടെ വളർച്ചയുടെ വേഗത കൂട്ടാനും GFC പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് സാധിക്കുന്നു. താങ്ക് യു.